എൻ്റെ ഓൺലൈൻ ബിസിനസ്സുകൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഒരുപാടധികം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റമി. സിസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഓൾറെഡി അറിയുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതാണ് സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ. ഒരു വെബ് പ്ലാറ്റ്ഫോം ആണ് ഇത്. ഒരു ഓൾ ഇൻ വൺ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇതൊരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന, ഒരു 10-ൽ താഴെയൊക്കെ സ്റ്റാഫ് വെച്ച് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. ഫ്രീ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈനിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റമി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിസ്റ്റമിൽ നമുക്ക് ഫണലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റമി കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. സെയിൽസ് ഫണൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സെയിൽസ് ഫണലിനെ കുറിച്ച് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എന്തായാലും. ഓക്കെ, ഫണൽസ് യൂസ് ചെയ്യാം. ഇമെയിൽ മാർക്കറ്റിങ്ങും ഇമെയിൽ ഓട്ടോമേഷനുകളും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം നിങ്ങളുടെ ബിസിനസ്സിൽ. ഓൺലൈൻ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ബിസിനസ് ഓട്ടോമേഷൻസ് ചെയ്യാം. ഇതിനെല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്കും ഇടാം. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്, ലൈക്ക് നമ്മൾ രണ്ട് മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡുകൾ സിസ്റ്റമി ഉപയോഗിച്ചിട്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക എന്തായാലും. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ഫണൽ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് സിസ്റ്റമിനെ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണലുകൾ, ലാൻഡിംഗ് പേജുകളൊക്കെ ബിൽഡ് ചെയ്യൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് ലാൻഡിംഗ് പേജുകൾ കോഡിംഗ് ഒന്നും ചെയ്യാതെ തന്നെ ഫണലുകളും ലാൻഡിംഗ് പേജുകളും സിസ്റ്റമി ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഫ്രീ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ പോയാലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിസ്റ്റമിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡാഷ്ബോർഡിൽ കിട്ടും. ഈ ഡാഷ്ബോർഡിൽ വെബ്സൈറ്റിൽ പോയിട്ട് സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യലാണ്. എന്നിട്ട് അതിന് നിങ്ങൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ഫണലിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡിംഗ് പേജിന്റെ കസ്റ്റമറിന് വേണ്ട ലാൻഡിംഗ് പേജിന്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കറൻസി ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം വന്നു, നിങ്ങൾക്ക് ഓൾറെഡി കണ്ടോ. ഇനി അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ആഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ആഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചൂസിൽ ആദ്യം നമ്മൾ സ്ക്യൂസ് പേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സെയിൽസ് പേജും കൊടുക്കാവുന്നതാണ്. ഞാൻ സ്ക്യൂസ് പേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. സ്ക്യൂസ് പേജ് എന്താണ്, സെയിൽസ് പേജ് എന്താണെന്നൊക്കെ ആ സെയിൽസ് ഫണലിനെ കുറിച്ച് കൂടുതലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടി പോകും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാനിവിടെ ഇത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലയൻറ്റ് ഉണ്ട്. ആ ക്ലയൻറ്റിന് എന്താണ് വേണ്ടത്, ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് റെഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു യോഗ ട്രെയിനർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ബിസിനസ്സിനാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിനോട് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഞാനിത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ എഡിറ്റ് പേജിൽ പോയിട്ട് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ക്യാൻവയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻവയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫണലുകളും വെബ്സൈറ്റുകളും ലാൻഡിംഗ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ. ഓക്കെ, ഒരുപാട് കണ്ടോ, ഇതിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡ്. കണ്ടോ, ഒരു ഫുൾ വെബ്സൈറ്റ് ഒക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ഒരു മിനിമം 5000 റുപ്പീസ് എങ്കിലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഒരു
റേറ്റിൽ, നമ്മളൊരു ചെറിയ റേറ്റിൽ ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് കൂട്ടിയിട്ടും ഒരു ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഡിസൈനർ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ് ഡിസൈനർ അല്ലെങ്കിൽ സെയിൽസ് ഫണൽ ഡിസൈനർ എന്നുള്ള രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് Systeme.io. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അഫിലിയേറ്റ് പ്രോഗ്രാമാണ്. അതായത് സിസ്റ്റമിയുടെ ഈ ഡാഷ്ബോർഡിൽ പോയിട്ട് അഫിലിയേറ്റ് ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് കിട്ടും. അപ്പോൾ ആ ലിങ്കിലൂടെ നിങ്ങൾ സിസ്റ്റമി വേറൊരാൾക്ക് റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മറ്റൊരു ബിസിനസ്സിന് റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റമി നിങ്ങൾക്ക് 60%, 60% നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ടുള്ള കമ്മീഷൻസ് തരും. അതായത് സിസ്റ്റമി ചാർജ് ചെയ്യുന്നത്, സിസ്റ്റമി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകളുടെ അടുത്ത് ചാർജ് ചെയ്യുന്നത് മന്ത്ലി 2000 റുപ്പീസ് ആണ്. അപ്പം നിങ്ങൾ ത്രൂ ആരെങ്കിലും സിസ്റ്റമി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഒരു സിംഗിൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് 1200 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊരു ഫുൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു മൊത്തം ലൈഫ് ടൈമിൽ പോലും നിങ്ങൾ ആകെ ഒരു 10 കസ്റ്റമറിനെ റെഫർ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് 12,000 അല്ലെങ്കിൽ 12,000 റുപ്പീസ് നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് പാസീവ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, ഒരു ലാൻഡിംഗ് പേജോ അല്ലെങ്കിൽ ഒരു ഫണലിയോ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവരുമായിട്ട് കസ്റ്റമറുമായിട്ട് ഷെയർ ചെയ്യാനും എളുപ്പമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഷെയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിങ്ക് കിട്ടും. ഈ കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന് ഈ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ സിസ്റ്റമി അക്കൗണ്ടിലേക്ക് ഈ ഫണൽ ക്ലോൺ ആവും. അപ്പോൾ അതുകൊണ്ടും അത് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഇത് രണ്ടും ചെയ്യാറുണ്ട്. ഞാൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഫണൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലാതെ അഫിലിയേറ്റ് ആയിട്ട് സിസ്റ്റമി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇതിലല്ലാതെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റമി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സെല്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. കാരണം ഇതിൽ അൺലിമിറ്റഡ് ഇമെയിൽ ഓട്ടോമേഷനും ഒരുപാട് ബിസിനസ് വർക്ക് ഫ്ലോസും ബിസിനസ് ഓട്ടോമേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ സിസ്റ്റമിയുടെയും കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റമി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ കിട്ടും. കസ്റ്റമേഴ്സിൻ്റെ പൈപ്പ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിൻ്റെ അവിടെ നിന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനും പറ്റും, നമ്മൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനും പ്രൊഡക്റ്റ് അപ്സെൽ ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റമി. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, നിങ്ങൾ ഓൺലൈനിൽ ഏർണിങ്സ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട, ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് ഈ സിസ്റ്റമി. കാരണം നമ്മൾ ഫണൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈനിലൂടെ മിക്കവാറും നമ്മൾ സെയിൽസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ.